أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ അതർഹിക്കുന്ന രീതിയിൽ, ശരിയായ രീതിയിൽ അത് പഠിക്കാനും മനസ്സിലാക്കാനും അല്ലാഹു നമുക്കവൻ്റെ അപാരമായ തൗഫീക്ക് നൽകി അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തെ മനസ്സിലാക്കി സകലമായ ഡിസ്ട്രാക്ഷൻസിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഈ പ്രസൻറ്റ് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷവും സമാധാനവും ലഭിക്കാൻ അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ അനുസരിച്ചുള്ള ജീവിതമാണ് എന്ന് തിരിച്ചറിയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശരിയായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, അല്ലാഹു സൂറത്തുൽ അലഖ് അതിൻ്റെ ആദ്യ ഭാഗമാണ് ഞാൻ ഓതിയത്. അതിൽ അല്ലാഹു പറയാണ്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ആദ്യം ഖുർആനിൻ്റെ ആദ്യത്തെ കുറച്ച് ഫസ്റ്റ് റിവിലേഷൻസിൻ്റെ ഭാഗങ്ങളാണ്. ഖുർആനിൻ്റെ റിവിലേഷൻസിൻ്റെ തുടക്കത്തിലുള്ള ആദ്യ കുറച്ച് ഭാഗങ്ങൾ. ഇഖ്റ, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ വായിക്കുക. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നാഥൻ്റെ നാമത്തിൽ നീ വായിച്ചു തുടങ്ങും. ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ നാം സൃഷ്ടിച്ചു. മിൻ അലഖ്, ഒട്ടിപ്പിടിച്ച് തൂങ്ങി നിൽക്കുന്ന ഒരു രക്തബന്ധത്തിൽ നിന്ന് മനുഷ്യനെ നാം സൃഷ്ടിച്ചു. അല്ലാഹു പറയണം. പിന്നെ അല്ലാഹു പറഞ്ഞതാണ്, ഇഖ്റ വറബ്ബുക്കൽ അക്രം, അത്യുദാരനായ അല്ലാഹുവിൻ്റെ നാമത്തിൽ നീ വായിക്കുക. അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് നിന്നെ എഴുതാൻ പഠിപ്പിച്ച. അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യൻ എന്താണോ അറിയാത്തത് അത് പഠിപ്പിച്ചു. ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ, വളരെ പ്രധാനമായ രണ്ട് കാര്യങ്ങൾ, മനുഷ്യനെ അറിവ് അക്വയർ ചെയ്യാൻ പറ്റിയ രണ്ട് കാര്യങ്ങളാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. ഒന്ന് വായന. വായന ഇല്ലാതെ നമുക്കൊരിക്കലും എന്തുണ്ടാവില്ല, അറിവ് നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി എപ്പോഴും നല്ലോണം വായിക്കുന്ന ആളായിരിക്കണം. റീഡിങ്ങിലൂടെ മാത്രമേ
മാത്രമാണ് മനുഷ്യനെന്ത് കിട്ടുക, അറിവുണ്ടെങ്കിലേ നമുക്ക് ഈ വഴിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അള്ളാഹുവിൻ്റെ ഈ ഒരു സക്സസ് പാത്തിൽ മുന്നേറണമെങ്കിൽ നമുക്ക് നോളജ് ഉണ്ടാവും. അതിലേറ്റവും വലിയ അറിവാണ് സഹോദരന്മാരെ അള്ളാഹു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഈ പ്രപഞ്ചം മുഴുവൻ പരിപാലിച്ച് കൊണ്ടുവരുന്ന ആ മഹാശക്തിയുടെ സംസാരമാണ് ഖുർആൻ. ആ ഖുർആനിൻ്റെ അറിവ്, അതാണ് അറിവുകളിൽ വെച്ച് ഏറ്റവും ടോപ്പ്. അതുപോലെ തന്നെ ഇതിലൊതുങ്ങാതെ നമുക്കതിന് താഴെയുള്ള സയൻസിൻ്റെ അറിവുകളും നമ്മൾ ഭൗതികമായ അക്കാദമിക്കായിട്ടുള്ള അറിവാണ്. അതും നമ്മൾ പഠിക്കണം. മാനവരാശിയിൽ നിന്ന്, നമ്മളെക്കാൾ അറിവുള്ള ആളുകളിൽ നിന്ന് അങ്ങനെ തന്നെ ഇൽമുകളും നമ്മൾ നേടണം, പഠിക്കണം. അങ്ങനൊരു വിശ്വാസി അറിവ് നേടിക്കൊണ്ടേയിരിക്കണം. എൻ്റെ അറിവ് ഫിൽ ലഹദി വൽ മഹദ്, തൊട്ടിൽ മുതൽ ഖബറിടം വരെ നീണ്ടു നിൽക്കുന്ന ഒരു വിശ്വാസിയുടെ അറിവ് നേടൽ പ്രോസസ്സ് എന്ന് പറയുന്നു. ഇത് ഒരറിവ്. അപ്പം നമ്മൾ ഈ രീതിയിൽ നമ്മൾ അറിവുകളെ കയറിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു വിശ്വാസി എന്ന് പറയുന്നത്. രണ്ടാമത്, ഈ അറിവിനെ നമ്മൾ എന്ത് ചെയ്യണം, റിട്ടൺ എഴുതുകയും വേണം. അപ്പം നമ്മൾ അക്വയർ ചെയ്ത അറിവിനെ എഴുതി കഴിഞ്ഞാൽ അതവിടെ ലിഖിതമായി കിടന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മറ്റ് അറിയാത്ത ജനങ്ങളിലേക്ക് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിക്കാൻ വേണ്ടി പറ്റും. അപ്പം നമ്മുടെ വലിയൊരു മിഷനാണ് ഇതിലൂടെ അള്ളാഹു കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അറിവ് നേടുകയും അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് നേടുകയും എഴുതുകയും. ഇപ്പം നമുക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ബുക്കുകളാക്കാം, പുസ്തകങ്ങളാക്കിയിട്ട് നമുക്ക് അതിനെ പ്രിൻ്റ് ചെയ്യാം, അതിനെ ജനങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാം. ഇതൊരു ദഅവ മോഡാണ്. ഇനി ഒരു പ്രവാചകൻ ഇനി ഇല്ലല്ലോ. അപ്പം നമ്മുടെ ഉത്തരവാദിത്തമാണ് ഈ ലോകത്തും നാളെയും ജയിക്കാൻ പറ്റുന്ന ഒരേ ഒരു വഴി, വേ ഓഫ് ലൈഫ് കോൾഡ് ഇസ്ലാം, അല്ലെങ്കിൽ ദീൻ എന്ന് പറയുന്ന ഈ ഒരു വഴിയെ നമ്മൾ അറിവ് വായനയിലൂടെയും നമ്മുടെ എഴുത്തിലൂടെയും നമ്മൾ ദഅവ മിഷൻ നമ്മൾ ചെയ്യണം. ഇത് നമ്മൾ മാനവരാശിയിൽ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബേർഡൻ റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു മരിക്കോളം നമ്മൾ ചെയ്യേണ്ട ഒരു ജോലിയാണ്. അള്ളാഹു അവന് വാഗ്ദത്തം ചെയ്യുന്നത് ഈ ഭൂമിയിലെ ഉന്നതമായ വിജയവും നാളെ മരണശേഷം അവന് മരിക്കാത്തൊരു സ്വർഗീയമായ, സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനവുമാണ്. ഇത് ചെയ്താലേ സഹോദരന്മാരെ നമുക്കത് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ഒരു വിശ്വാസി എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ രണ്ട് കാര്യങ്ങൾ മുറുകെ പിടിക്കണം. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഒന്നുകൂടെ പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം الذي علم بالقلم علم الإنسان ما لم يعلم علم الإنسان ما لم يعلم. മനുഷ്യൻ അറിയാത്തത് അവൻ്റെ നാഥൻ അവനെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, ഖുർആൻ എന്ന് പറയുന്നത് സഹോദരന്മാരെ അത് അള്ളാഹുവിൻ്റെ മാത്രം അറിവിൽ നിന്ന് വന്നതാണ്. ലൗഹുൽ മഹ്ഫൂദ് അവിടെ നിന്ന് വന്നതാണ്. അപ്പം ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇതിനെ അറിയുക, ഇതിനെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഈ പ്രശ്നങ്ങളുടെ പരിഹാരമെന്ന് പറയുന്നത് ഓരോ മനുഷ്യ ഹൃദയങ്ങളും മാറലാണ്. ഈ മനുഷ്യ ഹൃദയത്തിന് മാറ്റമില്ലാതെ നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഹൃദയങ്ങൾ മാറാതെ നമ്മൾ
എന്ത് ചെയ്തിട്ടെന്താ കാര്യം? നല്ല ഹൃദയങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ നമ്മൾ ഖുർആനിലൂടെ മാത്രമേ പറ്റുള്ളൂ. അതിൻ്റെ മോഡൽ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് 23 വർഷം കൊണ്ട് കാണിച്ചു തരികയും ചെയ്തു. മക്കയിൽ 13 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയങ്ങളുടെ മുകളിലാണ് പണിയെടുത്തത്. ആദ്യം തന്നെ നിങ്ങൾ നിസ്കരിക്കുക, ആദ്യം തന്നെ നോമ്പ് വലിക്കുകയൊന്നുമില്ല. ആദ്യം തന്നെ അവൻ്റെ സൃഷ്ടിപ്പ്, അവനെ സൃഷ്ടിച്ചത് ആര്, ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, ആകാശം, ഭൂമി, മലകൾ, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാനും അങ്ങനെ വളരെ ലോജിക്കലായിട്ട് അവൻ്റെ ക്രിയേറ്റർ ഉണ്ട് എന്ന് അവനെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെ 13 വർഷം ഈ ഒരു ഈമാൻ, അള്ളാഹു, വഹ്ദാനിയത്ത്, ഏകദൈവത്വം, പ്രപഞ്ചങ്ങളിലേക്ക് നോക്കി അവൻ്റെ നാഥനെ കണ്ടെത്തൽ, അവൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ അത്ഭുത പ്രതിഭാസങ്ങൾ, അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ എന്ത് ചെയ്യാണ്, പഠിക്കുവാൻ മനസ്സിലാകാൻ ഒരു അസ്തിത്വം, ഒരു നാഥൻ, ഒരു ക്രിയേറ്ററിൻ്റെ നാഥൻ ഉണ്ട് എന്നവന് മനസ്സിലാകും. പിന്നെ അവനോട് പറയാണ് എന്ത്, നമസ്കാരം, മദ്യം നിർത്തണം. അവർക്കത് എളുപ്പമായി മാറി. ഈ രീതിയിലാണ് നമ്മൾ ദഅവ ചെയ്യേണ്ടത്. എന്നാൽ ആളുകളുടെ ഹൃദയത്തിൽ നമ്മൾ അള്ളാഹുവിൻ്റെ വഹദാനിയത്ത്, അള്ളാഹുവിൻ്റെ വലുപ്പം, അള്ളാഹു ആരാണ്, അള്ളാഹുവിൻ്റെ ശക്തി, 7 ആകാശങ്ങൾ, സയൻസിന് ഒരാകാശം അതിൻ്റെ സൗരയൂഥം അതന്നെ കംപ്ലീറ്റ് പഠിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. 7 ആകാശം, സബഅ സമാവാത്ത്, ഈ അള്ളാഹുവിൻ്റെ കഴിവുകളെക്കുറിച്ച് ഇത് നമ്മൾ നിരന്തരം നമ്മളതിലേക്ക് അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ വലുപ്പം. ഖുർആൻ ഒരു ആയത്തിൻ്റെ ആശയമാണ് വമാകാന ഖദറുല്ലാഹ ഹഖ ഖദരി. അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കേണ്ട രീതിയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഹൃദയം പാകപ്പെടുക. സൗരന്മാരെ, അള്ളാഹുവിനെ പറയാൻ പറ്റും നമുക്ക്. നമ്മളുണ്ടാക്കിയ നമ്മുടെ സൃഷ്ടാവിനെ കുറിച്ചുള്ള അറിവ്. എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരന്മാരോട്, സഹോദരിമാരോട്, ഒരു ടാർഗറ്റ് അടിക്കുക. നമ്മൾ എന്തിനൊക്കെ ടാർഗറ്റ് എടുക്കുന്നുണ്ട് ജീവിതത്തിൽ? ചിന്തിക്കുന്നത് ഞാൻ പറഞ്ഞ ശരിയല്ലേ? എന്തിനൊക്കെയാണ് നമ്മൾ ടാർഗറ്റ് എടുക്കേണ്ട സാധനങ്ങൾ? ദുനിയാവിൻ്റെ കാര്യങ്ങൾ ടാർഗറ്റ് ഉണ്ട്, പ്ലാനിങ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മളുണ്ടാക്കി അല്ലെങ്കിൽ നമുക്ക് ഈ ജീവിതം തന്ന, നമുക്കിങ്ങനെ ഒരു അവസരം തന്ന, നമ്മളെ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ വഖാറത്ത്, അള്ളാഹുവിൻ്റെ മഹത്വം, ഈ അള്ളാഹുവിനെ അറിയാൻ, മനസ്സിലാക്കാൻ ഒരു സൺഡേ എവിടെയെങ്കിലും ഒരു ഖുർആൻ സ്റ്റഡി ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ, പഠിക്കാം. ദിവസം ഒരായത്ത്, അള്ളാഹു തന്ന ബുദ്ധി, അള്ളാഹു തന്ന കഴിവ്, ഇതൊക്കെ അതിനെക്കുറിച്ച് വായിക്കുക, മനസ്സിലാക്കുക. അങ്ങനെ ഒരു ആവൃത്തി നമ്മൾ പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിൻ്റെ എന്നെ സൃഷ്ടിച്ച് ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് പാരാവാരം പോലെ കിടക്കുന്ന കടലുകൾ, കടലിൻ്റെ അടിയിലെ അതിൻ്റെ ഗർത്തം, കൊള്ളിമീനുകൾ, മലകൾ, മലകളുടെ കാടുകളുടെ അങ്ങേയറ്റം, എന്തൊക്കെ കാര്യങ്ങളാണ്. ഇതെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ച് പോരുന്ന അള്ളാഹുവിന്, ആ അള്ളാഹുവിൻ്റെ വചനങ്ങൾ അറിയാൻ ഒരു കുറച്ച് സമയം നമ്മളെ കണ്ടെത്തണം സാറന്മാരെ. അപ്പം ഒരു ഖുർആൻ സ്റ്റഡി സെൻറ്റർ നിങ്ങളുടെ നാടുകളിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ജീവിതത്തിൽ നമ്മൾ സ്വന്തമായി പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം. അതുപോലെ നമുക്കറിയുന്ന അറിവുകളെ ദഅവത്ത് ചെയ്യാം. മാനവരാശിയിലേക്ക് നമ്മുടെ സ്കില്ല്, നമ്മുടെ പൊട്ടൻഷ്യൽ ഉപയോഗിച്ചുകൊണ്ട് മാനവരാശിയെ കാലാകാല സക്സസ്സിലേക്ക് നയിക്കുന്നതിൽ ഒരു കണ്ണിയാകാൻ, ആ തസ്ബീഹ് മാലയിൽ ഒരു കണ്ണിയാകാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ സാറന്മാരെ, നമുക്ക് എവിടെയും രസം. നാളെ മരിക്കാത്ത സ്വർഗത്തിലും രസം. ഈ സന്തോഷം നമുക്ക് മാത്രം കിട്ടിയാൽ പോരല്ലോ.
മാനവരാശിക്ക് മുഴുവൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇന്ന് ഈ അറിവിൻ്റെ കുറവാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം സാറന്മാരെ. എല്ലാ പ്രയാസങ്ങൾക്കും, എല്ലാവിധ സൂയിസൈഡ്, ഇതെല്ലാം അവൻ്റെ ദൈവത്തെ അല്ലെങ്കിൽ അവൻ്റെ ക്രിയേറ്റർ അവൻ മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് സംഭവിക്കുന്ന അപകടങ്ങളാണ് സാറന്മാരെ. അതുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നത്, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനും ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് വേണ്ടി ഖുർആൻ പഠിക്കുകയും അത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണെന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആ നല്ല ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സാറന്മാരെ, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു മഅ്ഫിറത്തും മർഹമത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കളോട്, ഭാര്യമാരോട്, മക്കളോടൊക്കെ നല്ല രീതിയിൽ വർത്തിക്കാനും നമ്മുടെ മക്കളിലേക്ക് നമുക്ക് ഈ പരിശുദ്ധമായ ദീനെത്തിക്കാനും അല്ലാഹു നമുക്ക് അറിവും പ്രാപ്തിയും തൻ്റെ ഇടവും വിസ്ഡം തന്നു അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് വിഷമിക്കുന്ന സഹോദരങ്ങൾക്ക്, ലോകത്തൊരുപാട് മുസ്ലിം സഹോദരങ്ങൾ ബുദ്ധിമുട്ടായിട്ട് കൊണ്ടിരിക്കുകയാണ് സാറന്മാരെ. അല്ലാഹു അവർക്ക് ഈമാനും താക്കത്തും അറിവും ക്ഷമയും നൽകി അല്ലാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനും പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കാനും മനസ്സിലാക്കാനും പ്രചരിപ്പിക്കാനും എനിക്കും നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം വരെ ഈ കാര്യങ്ങൾ പറയാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുന്നുണ്ട്. പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാക്ടിക്കലായി ഇംപ്ലിമെൻ്റ് ചെയ്യാനും അള്ളാഹുവിൻ്റെ വഴിയിൽ അസ്സാബിക്കൂൻ മുമ്പേ നടന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സൗരന്മാരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.